ട്രിപ്പിൾ ഓം ശാന്തി. സത്യസന്ധത. സത്യസന്ധത പറഞ്ഞാല് 36 ദിവ്യഗുണങ്ങളില് മറ്റൊരു ഗുണമാണ്. എന്താണ് സത്യസന്ധത? അതിന്റെ ഭാവാർത്ഥം, സൂക്ഷ്മാർത്ഥം, സ്ഥൂലാർത്ഥം അനന്തമായി കിടക്കുന്നുണ്ടാവും. നോർമൽ ഗതിയിൽ പറഞ്ഞ സത്യസന്ധമായിട്ടിരിക്കുക. ഇന്ന സമയത്ത് ഞാനിവിടെ ഇരുന്നു വീഡിയോ ചെയ്യുന്നു, ഒരു സത്യസന്ധതയാണ്. ഇതേ സമയത്ത് ഞാനിവിടെ ഇല്ല എന്നും വേറെ സ്ഥലത്തായിരുന്നു എന്നും തെളിയിക്കാനുള്ള ഊപ്പുകളൊക്കെ വേറുണ്ട്. അതിന് കളവ് എന്ന് പറയും. ഇപ്പൊ ഒരാള് ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് പോയി. ഇപ്പൊ നമുക്ക് കേരളത്തില് അത്യാവശ്യം നന്നായിട്ട് ഓടിയിട്ടുള്ള ഒരു സിനിമയാണ് ദൃശ്യം 1 ഉം 2 ഉം മോഹൻലാലിന്റെ. അപ്പൊ അതില് സത്യസന്ധത എന്ന് പറഞ്ഞൊരു സംഭവത്തിനെ തികച്ചും വളച്ചൊടിച്ചുകൊണ്ട് ആ ഒരു കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ നായകൻ ചെയ്യുന്ന ഒരുപാട് കളവുകളുടെ അനന്തരഫലം. എന്നിട്ട് പോലും ഗവൺമെന്റിന്റെ മുഴുവൻ സിസ്റ്റത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞ ആ ഒരു കളവ് തെളിയിക്കാനായില്ല. അതാണ് ഫസ്റ്റും 2ഉം കാണിക്കുന്നത്. പക്ഷെ സ്ട്രെസ്ഡ് ആയിട്ട് പിന്നീട് ജീവിക്കേണ്ടി വരും. അത് വേറെ ശിവ. നമ്മള് സത്യസന്ധമായിട്ടിരിക്കുക എന്ന് പറഞ്ഞാല് തെറ്റ് ചെയ്താല് അതില് സത്യസന്ധമായിട്ട് അവതരിപ്പിക്കാനുള്ള കഴിവുണ്ടായിരിക്കും. ഇനിയിപ്പോ രക്ഷപ്പെടാൻ വേറെയും വകുപ്പുകളുണ്ടല്ലോ. അതിനുള്ള വകുപ്പുകൾ ശ്രമിക്കാതെ കളവ് പറഞ്ഞ് എത്രയേ സ്ട്രെസ്ഡ് ആയിട്ടാണ് ആ പടം പോകുന്നത്. പക്ഷെ അത് സിനിമയുടെ ഭാഗം. പക്ഷെ നമ്മൾ ജീവിതത്തിൽ തെറ്റ് ചെയ്യാത്ത മനുഷ്യന്മാർ ആരും ഉണ്ടാവില്ല. എന്നാൽ ഒരു ഭാഗം, നമ്മുടെ ഭാഗം വിജയിക്കാനാണെങ്കിലും ശരി, അവരുടെ ഭാഗം പരാജയപ്പെടുത്താനാണെങ്കിലും ശരി, ഈ സത്യസന്ധമായി തന്നെ മുന്നോട്ട് പോയാൽ. ഇപ്പൊ എനിക്കും കേസുണ്ടല്ലോ. എനിക്ക് വേണമെങ്കിൽ പല കളവുകളും പറഞ്ഞുകൂടായിരുന്നു കേസിന്റെ പേരിൽ. എന്റെ കേസിൽ ഞാൻ എന്റെ മാക്സിമം സത്യസന്ധമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി അതിന്റെ തുടർ നടപടികൾ. ഇന്ന് കേസുണ്ട് 27-ാം തീയതി ഡിസംബറിൽ. ഇന്നിപ്പോ കോടതിയിൽ കേസുണ്ട്. ഇപ്പൊ കുറെ ദിവസമായിട്ട് പല കാരണങ്ങളാൽ എനിക്ക് കോടതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അത് അവതരിപ്പിക്കണം. പിന്നെ അവരുടെ കോടതിയിൽ നിന്നും അവര് അയച്ചിട്ടുള്ള ലെറ്റർ, അതായത് കോർട്ട് ലെറ്റർ, അതെനിക്ക് കൈപ്പറ്റാൻ പറ്റിയിരുന്നില്ല. സാഹചര്യം അതായിരുന്നു. അപ്പൊ അത് അവതരിപ്പിക്കണം. ഇതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് തുടർ നടപടികളിലേക്ക് മുന്നോട്ട് പോകണം. സത്യസന്ധമായിട്ട് ഞാൻ എൻ്റെ കേസ് മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ ബ്രഹ്മകുമാരീസിലെ കേസ് കിടക്കുന്നു, ഇതിന്റെ കേസ് പറഞ്ഞാൽ ബ്രഹ്മകുമാരീസിന്റെ നോർമൽ കേസല്ല. നാളെ മറ്റന്നാളോ ബ്രഹ്മകുമാരീസിന്റെ അതാത് സോണുകളിലായിട്ട് ആരുമായിട്ടാണോ എനിക്ക് ഞാൻ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചിരുന്നത്, അവരുടെ അപ്പോഴത്തെ സാഹചര്യം, ഇന്നെന്ന് പറയില്ല കേട്ടോ, നാളെ മറ്റന്നാളെന്ന് പറയില്ല, 1 കൊല്ലോ 2 കൊല്ലോ കഴിഞ്ഞിട്ട് വരുമ്പോൾ എനിക്ക് സംസാരിക്കണ്ടേ? അവരൊക്കെ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞാല് ശരീരം ജീവിച്ചിരിപ്പുണ്ടെങ്കിലും കാണുമ്പോൾ, മുഖതാവില് കാണുമ്പോൾ, എവിടെന്നെങ്കിലും കാണുമ്പോൾ മുഖം തിരിച്ചു നടക്കാനല്ല പഠിച്ചിട്ടുള്ളത്. പരിചയമുള്ള ആളുകളുമായിട്ട് ചിരിക്കാനാണ് പഠിച്ചിട്ടുള്ളത്. അതാണ് പ്രസന്നത. പ്രസന്നമായിട്ടിരുന്ന് അവരും നമ്മളുമായിട്ട് സംസാരിച്ച് അങ്ങനെ വരുന്നൊരു സമയം ഉണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ഞാൻ അവതരിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നത് അത് അവർക്ക് എത്രത്തോളം മോശമായിട്ട് എഫക്റ്റ് ചെയ്തു എന്നത് ഞാൻ നോക്കേണ്ട ആവശ്യമില്ല. എൻ്റെ കാര്യങ്ങളിൽ ഞാൻ എത്രത്തോളം നന്നായി അവതരിപ്പിച്ചു, ഇതേ ഞാൻ നോക്കേണ്ടതുള്ളൂ. അതുപോലെ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ജീവിതം ഓരോരോ കഥകളാണ്. അതിനനുസൃതമായി അവരവർക്ക് സത്യസന്ധമായി ഏതെല്ലാം രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു, അതിന്റെ ഫലം എന്താണോ അതാണ് കഴിക്കാൻ പറ്റുക. ഇനി കമന്റിനുള്ള റിപ്ലൈ തരാം. ഓം ശാന്തി. ട്രിപ്പിൾ ഓം ശാന്തി.